Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ, there was a kind man named Adam. There was ഉണ്ടായിരുന്നു a kind man, ഒരു ദയാലുവായിട്ടുള്ള പുരുഷൻ, നെയ്മഡ് ആദം, ആദം എന്നു പേരുള്ള, പണ്ടൊരിക്കൽ ആദം എന്നു പേരുള്ള ഒരു ദയാലുവായിട്ടുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ആദം ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് വിത്ത് ഹിസ് ഫാമിലി. ആദം ജീവിച്ചിരുന്നത് ഇൻ എ സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട്ടിലായിരുന്നു, വിത്ത് ഹിസ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ. ആദം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്നത് ഒരു ചെറിയ വീട്ടിലായിരുന്നു. He had a loving wife who took care of home. He had, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, loving wife, സ്നേഹമുള്ള ഒരു ഭാര്യ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. who, ആ ഭാര്യ, ആ സ്ത്രീ, took care of home, വീട് പരിചരിച്ചിരുന്നു. And they had 2 children, a son and a daughter. And they had, അവർക്ക് ഉണ്ടായിരുന്നു, 2 children, 2 കുട്ടികൾ, a son and a daughter, ഒരു മകനും ഒരു മകളും അവർക്ക് ഉണ്ടായിരുന്നു. Who went to school every day. who, അവർ, ആ 2 കുട്ടികളും, went to school every day, എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോയിരുന്നു. When they came home, അവർ വീട്ടിലേക്ക് വന്നിരുന്ന സമയങ്ങളിൽ, the kids would happily tell stories about their day. the kids, ആ കുട്ടികൾ, would happily tell, സന്തോഷത്തോടെ പറയുമായിരുന്നു, ടെൽ സ്റ്റോറീസ്, കഥകൾ പറയുമായിരുന്നു, about their day, അവരുടെ സ്കൂളിലെ ദിവസത്തെ പറ്റിയിട്ട്, സ്കൂളിലുണ്ടായ സംഭവങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് ആ കുട്ടികൾ ആ മാതാപിതാക്കളോട് വീട്ടിൽ വന്ന് പറയുമായിരുന്നു. ലൈഫ് വാസ് സിമ്പിൾ ബട്ട് ഹാപ്പി ഫോർ ആദം ആൻഡ് ഹിസ് ഫാമിലി. സിമ്പിൾ എന്നാൽ ഇവിടെ അനാഡംബരമായ എന്നാണ് അർത്ഥം, ആഡംബരമില്ലാത്ത ഇതാണ് അർത്ഥം. ലൈഫ് വാസ് സിമ്പിൾ, ജീവിതം അനാഡംബരമായതായിരുന്നു, ആഡംബരമില്ലാത്തതായിരുന്നു. പക്ഷേ ഹാപ്പി ഫോർ ആദം ആൻഡ് ഹിസ് ഫാമിലി, പക്ഷേ ആദമിനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സന്തോഷവാന്മാരായിരുന്നു, അവർ സന്തോഷത്തിലായിരുന്നു. അവരുടെ ജീവിതം അനാഡംബരമായിരുന്നു എങ്കിലും അവരുടെ ജീവിതം സന്തോഷകരമായിരുന്നു. ആദം വാസ് എ ബുച്ചർ എന്നാൽ അർത്ഥം കശാപ്പുകാരൻ, ഇറച്ചി കച്ചവടക്കാരൻ, ഇതൊക്കെയാണ് അർത്ഥം. ആദം ഒരു ഇറച്ചി വിൽപ്പനക്കാരനായിരുന്നു. ഇവിടെ കശാപ്പ് ചെയ്യുന്നത് അദ്ദേഹമല്ല, വേറൊരാളാണ്, അദ്ദേഹം എത്തിച്ചു കൊടുക്കുകയാണ്, ഇദ്ദേഹം ഇറച്ചി വിൽപ്പന നടത്തുകയാണ്. ഇവിടെ ഇറച്ചി വിൽപ്പനക്കാരൻ എന്നാണ് അർത്ഥം. ഹി വാസ് എൻ ഓണസ്റ്റ് മാൻ. ഓണസ്റ്റ് എന്നാൽ സത്യസന്ധനായ എന്നാണ് അർത്ഥം. ഇവിടെ എച്ച് സൈലൻ്റ് ആയിരിക്കും. ഓണസ്റ്റ് ഇങ്ങനെയാണ് വായിക്കുക. ഹി വാസ് എൻ ഓണസ്റ്റ് മാൻ, അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി നെവർ ചാർജ്ഡ് ഹൈ പ്രൈസസ്. ചാർജ് എന്നാൽ ഇവിടെ വില ഈടാക്കുക എന്നാണ് അർത്ഥം. ഹി നെവർ ചാർജ്ഡ് ഹൈ പ്രൈസസ്, അദ്ദേഹം ഒരിക്കലും കൂടിയ വിലകൾ ഈടാക്കിയിരുന്നില്ല. ഹൈ പ്രൈസസ് എന്നാൽ കൂടിയ വിലകൾ അദ്ദേഹം ഒരിക്കലും ഈടാക്കിയിരുന്നില്ല. ആൻഡ് ഹി കെപ്റ്റ് ദ മീറ്റ് ഫ്രഷ്. അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ദ മീറ്റ് ഫ്രഷ്, അദ്ദേഹം ആ ഇറച്ചി വളരെ ഫ്രഷായിട്ട്, വളരെ പുതിയതായിട്ട്, വളരെ നല്ല രീതിയിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ബിക്കോസ് ഓഫ് ദിസ്, ഇത് കാരണത്താൽ, അദ്ദേഹം വളരെ ഫ്രഷായിട്ട് മാംസങ്ങൾ സൂക്ഷിക്കുന്നത് കാരണത്താലും, അതുപോലെ കുറഞ്ഞ വില ഈടാക്കിയിരുന്നു, കൂടിയ വിലകൾ ഈടാക്കാറില്ലായിരുന്നു, അത് കാരണത്താലും, മെനി പീപ്പിൾ കെയിം ടു ഹിസ് ഷോപ്പ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരുപാട് ആളുകൾ വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് ഒരുപാട് ആളുകൾ വന്നിരുന്നു. കെയിം എന്നാൽ വന്നിരുന്നു, പീപ്പിൾ എന്ന് വെച്ചാൽ ആളുകൾ, മെനി പീപ്പിൾ, ഒരുപാട് ആളുകൾ. നോയിങ് ഹീ ഹാഡ് ദ ബെസ്റ്റ് മീറ്റ് ഇൻ ദ ടൗൺ. നോയിങ് അറിഞ്ഞുകൊണ്ട്, ഹീ ഹാഡ് ദ ബെസ്റ്റ് മീറ്റ് ഇൻ ദ ടൗൺ, ടൗണിൽ അദ്ദേഹത്തിൻ്റെ പക്കൽ നല്ല മാംസം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ഒരുപാട് ആളുകൾ വന്നിരുന്നു. എവ്രി വൺ ഇൻ ദ ടൗൺ ന്യൂ അബൌട്ട് ഹിസ് ഷോപ്പ്. എവ്രി വൺ എല്ലാവരും, ഇൻ ദ ടൗൺ
ടൗണിലുള്ള പട്ടണത്തിലുള്ള എല്ലാവരും ന്യൂ അറിഞ്ഞിരുന്നു എബൌട്ട് ഹിസ് ഷോപ്പ് അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പിനെ പറ്റിയിട്ട് ആ ടൗണിലുള്ള എല്ലാവരും അറിഞ്ഞിരുന്നു. ന്യൂ എന്നാൽ അറിഞ്ഞിരുന്നു, എബൌട്ട് ഹിസ് ഷോപ്പ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഷോപ്പിനെ പറ്റിയിട്ട്, എവരിവൺ എന്നാൽ എല്ലാവരും, ഇൻ ദ ടൗൺ ടൗണിലുള്ള. ആൻഡ് ദേ ഓഫൺ ടോൾഡ് ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ടു ബൈ ഫ്രം ഹിം. ആൻഡ് ദേ ഓഫൺ അവർ പലപ്പോഴും, അല്ലെങ്കിൽ എപ്പോഴും, പലപ്പോഴും, ഇടയ്ക്കിടെ, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് ദേ അവർ ആ ടൗണിലുള്ളവർ, ഓഫൺ ടോൾഡ് പലപ്പോഴും പറഞ്ഞിരുന്നു, ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരുടെ സുഹൃത്തുക്കളോടും അവരുടെ ബന്ധുക്കളോടും, ടു ബൈ ഫ്രം ഹിം ടു ബൈ എന്നാൽ വാങ്ങാൻ, ഫ്രം ഹിം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും മാംസം വാങ്ങാൻ ആ ടൗണിലുള്ള ആളുകൾ പലപ്പോഴും അവരുടെ സുഹൃത്തുക്കളോടും അവരുടെ ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഡൂറിങ് ഫെസ്റ്റിവൽസ് എന്നാൽ ആഘോഷങ്ങൾ എന്നാണ് അർത്ഥം. അടിയന്തിരം, പെരുന്നാൾ, ഉത്സവങ്ങൾ, ഇതൊക്കെയാണ് അർത്ഥം. ഉത്സവ ദിവസങ്ങളിൽ ഹിസ് ഷോപ്പ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ അദ്ദേഹത്തിൻ്റെ കടയിൽ നിറച്ചും ആളുകളായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ മുഴുവൻ ഒരുപാട് ആളുകളായിരുന്നു. ആൻഡ് ആദം സ്റ്റേഡ് ബിസി സെല്ലിംഗ് ടു കസ്റ്റമേഴ്സ് ഓൾ ഡേ ലോങ്. ആദം സ്റ്റേഡ് ബിസി ആദം തിരക്കിലായി തുടർന്നുകൊണ്ടിരുന്നു, അദ്ദേഹം എപ്പോഴും തിരക്കിലായിരുന്നു. സെല്ലിംഗ് ടു കസ്റ്റമേഴ്സ് എന്താണ്, ഉപഭോക്താക്കൾക്ക്, കസ്റ്റമേഴ്സിന് ഇറച്ചി വിൽപ്പന നടത്തിക്കൊണ്ട് അദ്ദേഹം തിരക്കിലായിരുന്നു. ഓൾ ഡേ ലോങ് എന്നാൽ ദിവസം മുഴുവൻ എന്നാണ് അർത്ഥം. രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് അടയ്ക്കുന്നതുവരെ അദ്ദേഹം കസ്റ്റമേഴ്സിന് ആ ഇറച്ചി വിൽപ്പന നടത്തിക്കൊണ്ട് തിരക്കിലായിരുന്നു. വൺ മോർണിംഗ് ഒരു ദിവസം രാവിലെ, ആദം വോക്കപ്പ് ഏർലി ആദം നേരത്തെ ഉറക്കമുണർന്നു. വെയ്ക്കപ്പ് എന്നാൽ ഉറക്കമുണരുക, അതിൻ്റെ പാസ്റ്റാണ് വോക്കപ്പ്, ഉറക്കമുണർന്നു. ഏർലി എന്നാൽ നേരത്തെ. ഒരു ദിവസം രാവിലെ ആദം നേരത്തെ ഉറക്കമുണർന്നു. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഹിസ് ഫാമിലി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഹി പുട്ട് ഓൺ ഹിസ് ഏപ്രൺ ആൻഡ് വോക്ക്ഡ് ടു ഹിസ് ഷോപ്പ്. ഏപ്രൺ എന്നാൽ അർത്ഥം വസ്ത്രം അഴുക്ക് പിടിക്കാതിരിക്കാൻ ധരിക്കുന്ന മേൽവസ്ത്രം, ഇതാണ് അർത്ഥം. ഇവിടെ അദ്ദേഹം ഇറച്ചി വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ അതിൻ്റെ രക്തക്കറ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അഴുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ധരിക്കുന്ന മേൽവസ്ത്രം, അതാണ് ഏപ്രൺ. പുട്ടോൺ എന്നാൽ ധരിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ രണ്ടാമത്തെ രൂപവും പുട്ടോൺ എന്ന് തന്നെയാണ്. ഹി പുട്ടോൺ അദ്ദേഹം ധരിച്ചു, ഹിസ് ഏപ്രൺ അദ്ദേഹത്തിൻ്റെ ആ ഉപരിവസ്ത്രം അദ്ദേഹം ധരിച്ചു. ആൻഡ് വോക്ക്ഡ് ടു ഷോപ്പ് എന്നിട്ട് അദ്ദേഹം നടന്നുപോയി, അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് നടന്നുപോയി. ദ സൺ വാസ് ജസ്റ്റ് കമ്മിങ് അപ്പ് ആസ് ഹി ഓപ്പൺഡ് ദ ഡോർ ആൻഡ് സ്റ്റെപ്ഡ് ഇൻസൈഡ്. ദ സൺ വാസ് ജസ്റ്റ് കമ്മിങ് അപ്പ് ആ സമയത്ത് സൂര്യൻ ഉയർന്നു വരികയായിരുന്നു. ആസ് ഹി ഓപ്പൺഡ് അദ്ദേഹം തുറന്ന സമയത്ത്, ദ ഡോർ ആൻഡ് സ്റ്റെപ്ഡ് ഇൻസൈഡ് ആ കടയുടെ വാതിൽ അദ്ദേഹം തുറന്ന്, സ്റ്റെപ്ഡ് ഇൻസൈഡ് എന്നാൽ അതിനകത്തേക്ക് കാല് ആ കടയിലേക്ക് വച്ച സമയത്ത് ആ സൂര്യൻ ജസ്റ്റ് ഉയർന്ന് വരികയായിരുന്നു. ആസ് എന്നാൽ ആ സമയത്ത് എന്നാണ് അർത്ഥം. ആസ് ഹി ഓപ്പൺഡ് അദ്ദേഹം തുറന്ന സമയത്ത്. സ്റ്റെപ്ഡ് ഇൻസൈഡ് എന്നാൽ അകത്ത് കാല് വച്ചപ്പോൾ. കമ്മിങ് അപ്പ് എന്നാൽ ഉയരുകയായിരുന്നു. ടൈം ടു ഗെറ്റ് എവരിത്തിങ് റെഡി ആദം സെഡ് ടു ഹിംസെൽഫ്. ടൈം ടു ഗെറ്റ് എവരിത്തിങ് റെഡി എല്ലാം തയ്യാറാക്കേണ്ട സമയമാണ്, അതിനുള്ള സമയമാണ്. ഗെറ്റ് റെഡി എന്നാൽ തയ്യാറാവുക, എവരിത്തിങ് എന്നാൽ എല്ലാം തയ്യാറാക്കേണ്ട സമയമാണ്, അതിനുള്ള സമയമായി. ആദം സെഡ് ടു ഹിംസെൽഫ് ആദമിനോട് തന്നെ പറഞ്ഞു. ആദം സെഡ് ആദം പറഞ്ഞു. ടു ഹിംസെൽഫ് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. ഹി പ്രിപ്പേർഡ് ദ ഷോപ്പ് അദ്ദേഹം കട തയ്യാറാക്കി, ഷോപ്പ് തയ്യാറാക്കി. ക്ലീനിങ് ഹിസ് സ്കെയിൽസ് ആൻഡ് ഷാർപ്പനിങ് ഹിസ് നൈഫ്സ്. സ്കെയിൽസ് എന്നാൽ തുലാസുകൾ എന്നാണ് അർത്ഥം. ക്ലീനിങ് ഹിസ് സ്കെയിൽസ് അദ്ദേഹത്തിൻ്റെ തുലാസുകൾ വൃത്തിയാക്കുന്നു. ആൻഡ് ഷാർപ്പനിങ് ഹിസ് നൈഫ്സ് ഷാർപ്പനിങ് എന്നാൽ മൂർച്ച കൂട്ടുന്നു. ഹിസ് നൈഫ്സ് എന്നാൽ കത്തികൾ, അദ്ദേഹത്തിൻ്റെ കത്തികൾ അദ്ദേഹം മൂർച്ച കൂട്ടുന്നു. അദ്ദേഹത്തിൻ്റെ തുലാസുകൾ അദ്ദേഹം വൃത്തിയാക്കുന്നു. അതൊക്കെ ചെയ്ത് അദ്ദേഹം കട തയ്യാറാക്കി.
Then he began cutting fresh meat. Then അതിനുശേഷം he began അദ്ദേഹം ആരംഭിച്ചു cutting fresh meat ആ ഫ്രഷ് ആയിട്ടുള്ള മാംസങ്ങൾ അദ്ദേഹം മുറിക്കാൻ ആരംഭിച്ചു. began എന്നാൽ ആരംഭിച്ചു. Carefully selecting the best pieces. Carefully ശ്രദ്ധയോടെ selecting the best pieces നല്ല മാംസകഷ്ണങ്ങൾ അത് തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ആ മാംസങ്ങൾ ഫ്രഷായിട്ടുള്ള മാംസങ്ങൾ മുറിക്കാൻ ആരംഭിച്ചു. ജസ്റ്റ് ദെൻ വൈകാതെ ദ ഡോർ ഓപ്പൺഡ് വാതിൽ തുറന്നു. ആൻഡ് ഹിസ് ഫസ്റ്റ് കസ്റ്റമർ വോക്ക്ഡ് ഇൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കസ്റ്റമർ വോക്ക്ഡ് ഇൻ അകത്തേക്ക് നടന്നു വന്നു. ഗുഡ് മോർണിംഗ് ആദം ദ കസ്റ്റമർ സെഡ് ആ കസ്റ്റമർ പറഞ്ഞു ഗുഡ് മോർണിംഗ് ആദം. ഗുഡ് മോർണിംഗ് ആദം റിപ്ലൈഡ് വിത്ത് എ സ്മൈൽ ഒരു പുഞ്ചിരിയോടെ ആദം തിരിച്ചു പറഞ്ഞു ഗുഡ് മോർണിംഗ്. വാട്ട് വുഡ് യു ലൈക്ക് ടുഡേ ഇവിടെ അർത്ഥം ഇന്ന് നിങ്ങൾ എന്താണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. വാട്ട് വുഡ് യു ലൈക്ക് ടുഡേ നിങ്ങൾ ഇന്ന് എന്താണ് താല്പര്യപ്പെടുന്നത് ഇവിടെ വാങ്ങിക്കാൻ എന്നുള്ള അർത്ഥമാണ്. എന്താണ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നത്. ഐ വുഡ് ലൈക്ക് 1 pound ഓഫ് ചിക്കൻ. പൗണ്ട് എന്നാൽ ഇവിടെ തൂക്കമാണ്. ഐ വുഡ് ലൈക്ക് 1 pound ഓഫ് ചിക്കൻ 1 പൗണ്ട് ചിക്കനാണ് ഞാൻ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നത്. പ്ലീസ് ദയവായി നൽകൂ. ദ കസ്റ്റമർ ആൻസ്വേർഡ് ആ ഉപഭോക്താവ് മറുപടി പറഞ്ഞു. ഷുവർ തീർച്ചയായും ആദം സെഡ് ആദം പറഞ്ഞു. ക്വിക്ക്ലി സ്ലൈസിങ് എ ഫ്രഷ് പീസ് ഓഫ് മീറ്റ് ക്വിക്ക്ലി പെട്ടെന്ന് വേഗത്തിൽ സ്ലൈസിങ് എ ഫ്രഷ് പീസ് ഓഫ് മീറ്റ് സ്ലൈസിങ് കഷ്ണമാക്കുന്നു എ ഫ്രഷ് പീസ് ഓഫ് മീറ്റ് ഒരു ഫ്രഷായിട്ടുള്ള മാംസത്തിൻ്റെ കണ്ടം അദ്ദേഹം പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളാക്കുന്നു. ഹി റാപ്ഡ് ഇറ്റ് അപ്പ് നീറ്റ്ലി ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ദ കസ്റ്റമർ. ഹി റാപ്ഡ് ഇറ്റ് അപ്പ് റാപ്ഡ് അപ്പ് എന്നാൽ മൂടിപ്പൊതിയുക എന്നാണ് അർത്ഥം. അദ്ദേഹം നീറ്റ്ലി എന്നാൽ വളരെ വൃത്തിയോടുകൂടി അദ്ദേഹം അത് പാക്ക് ചെയ്തു മൂടിപ്പൊതിഞ്ഞു. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ദ കസ്റ്റമർ എന്നിട്ട് അത് കൈമാറി ആ ഉപഭോക്താവിന് കൈമാറി. ഹാൻഡഡ് എന്നാൽ കൈമാറി. പ്ലീസ് ടേക്ക് ദിസ് ഇത് ദയവായി എടുക്കൂ ആദം ആ ഉപഭോക്താവിനോട് പറഞ്ഞു. സൂൺ വൈകാതെ ദ മീറ്റ് സപ്ലയർ അറൈവ്ഡ് അറ്റ് ആദം ഷോപ്പ് വിത്ത് എ കാർട്ട് ഫുൾ ഓഫ് ഫ്രഷ് മീറ്റ്. ദ മീറ്റ് സപ്ലയർ ആ മാംസ വിതരണക്കാരൻ കടകളിലേക്ക് വിതരണം ചെയ്യുന്ന വ്യക്തി അറൈവ്ഡ് എത്തി അറ്റ് ആദം ഷോപ്പ് ആദമിൻ്റെ കടയിലേക്ക് ആ മാംസം എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി എത്തി. വിത്ത് എ കാർട്ട് ഫുൾ ഓഫ് ഫ്രഷ് മീറ്റ് കാർട്ട് എന്നാൽ ഉന്തുവണ്ടി എന്നാണ് അർത്ഥം. ഒരു ഉന്തുവണ്ടിയിൽ മുഴുവനായിട്ടും ഫ്രഷായിട്ടുള്ള മാംസങ്ങളുമായിട്ട് അദ്ദേഹം ആദമിൻ്റെ കടയിൽ എത്തി. ഗുഡ് മോർണിംഗ് ആദം ദ സപ്ലയർ വാസ് ഗ്രീറ്റഡ് വിത്ത് എ ഫ്രണ്ട്ലി സ്മൈൽ. ഫ്രണ്ട്ലി സ്മൈൽ എന്നാൽ സൗഹാർദ്ദപരമായ പുഞ്ചിരി. ദ സപ്ലയർ വാസ് ഗ്രീറ്റഡ് ഗ്രീറ്റ് എന്നാൽ ഉപചാരം ചെയ്യുക അതിൻ്റെ പാസ്റ്റാണ് ഗ്രീറ്റഡ് ഉപചാരം ചെയ്തു. അദ്ദേഹത്തെ സപ്ലയറെ ഉപചാരം ചെയ്തു. എങ്ങനെ ഒരു സൗഹൃദപരമായ പുഞ്ചിരിയോടെ ആദം അദ്ദേഹത്തെ ഉപചാരം ചെയ്തു. ഗുഡ് മോർണിംഗ് ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ യു നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ യു നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ആദം റിപ്ലൈഡ് ആസ് ഹി ഹെൽപ്ഡ് അൺലോഡ് ദ കാർട്ട്. ആദം മറുപടി പറഞ്ഞു ആസ് ഹി ഹെൽപ്ഡ് അദ്ദേഹം സഹായിക്കുന്ന സമയത്ത് അൺലോഡ് ദ കാർട്ട് അൺലോഡ് എന്നാൽ അതിൽ നിന്നും ഇറക്കുക വസ്തുക്കൾ ആ ഉന്തുവണ്ടിയിൽ നിന്നും ഇറക്കി സഹായിക്കുന്ന സമയത്ത് ആദം പറഞ്ഞു ദ മീറ്റ് ലുക്സ് വണ്ടർഫുൾ ഈ മാംസം വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു നന്ദി. ഐ ഹാവ് എവരിത്തിങ് യു നീഡ് ദ സപ്ലയർ സെഡ്. ഐ ഹാവ് എൻ്റെ പക്കലുണ്ട് എവരിത്തിങ് യു നീഡ് നിനക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം എൻ്റെ പക്കൽ ഉണ്ട്. ദ സപ്ലയർ സെഡ് ആ മാംസ വിതരണക്കാരൻ പറഞ്ഞു. ഹി ഗേവ് ആദം എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഹി ഗേവ് ആദം അദ്ദേഹം ആദമിന് നൽകി എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എല്ലാ അദ്ദേഹത്തിൻ്റെ പക്കൽ ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ആദമിന് അദ്ദേഹം നൽകി.
ദ സപ്ലയർ സെഡ്, ആ ഇറച്ചി വിതരണക്കാരൻ പറഞ്ഞു. 1000 pounds ഓഫ് ബീഫ്, 800 pounds ഓഫ് ചിക്കൻ, 600 pounds ഓഫ് ലാംബ്. ലാംബ് എന്നാൽ ആട്ടിൻ മാംസം എന്നാണ് അർത്ഥം, കുഞ്ഞാട്ടിൻ മാംസം ഇതൊക്കെയാണ് അർത്ഥം. 500 pounds ഓഫ് സോസേജ്. സോസേജ് എന്നാൽ അർത്ഥം മസാലയിട്ട് വേവിച്ച ഇറച്ചി എന്നാണ് അർത്ഥം, അതല്ലെങ്കിൽ കൊത്തി നുറുക്കിയ മാംസം ഇതൊക്കെയാണ് അർത്ഥം. പ്ലീസ് നോട്ട് ഡൗൺ ദ എമൗണ്ട് ഫോർ മീ. നോട്ട് ഡൗൺ എന്നാൽ എഴുതുക എന്നാണ് അർത്ഥം. ദയവായി എഴുതൂ. എമൗണ്ട് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട്. നിനക്ക് എന്താണോ, ഏതൊക്കെ ഐറ്റംസാണ്, എന്തൊക്കെയാണോ വേണ്ടത് അതോ എഴുതൂ. എനിക്ക് എഴുതി തരൂ, അല്ലെങ്കിൽ എന്നോട് പറയൂ എന്നൊക്കെയാണ് അർത്ഥം. നിനക്ക് വേണ്ടത് എന്തൊക്കെയാണോ ഇതിൽ നിന്നും അത് പറയൂ. ഐ വിൽ പേ യു അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്, ആദം റിക്വസ്റ്റഡ്. ഐ വിൽ പേ യു, ഞാൻ നിനക്ക് തരും, പണം നൽകുക എന്നുള്ള അർത്ഥമാണ്. അതിനുള്ള ആ വസ്തുക്കൾക്കുള്ള പണം നൽകും. എൻഡ് ഓഫ് ദ മന്ത്, മാസാവസാനം. ആദം റിക്വസ്റ്റഡ്, ആദം അഭ്യർത്ഥിച്ചു. ഷുവർ, തീർച്ചയായും. ദ സപ്ലയർ റിപ്ലൈഡ്, ആ ഇറച്ചി വിതരണക്കാരൻ മറുപടി പറഞ്ഞു. അതായത് മാസത്തിൻ്റെ അവസാനത്തിൽ തന്നാൽ മതി എന്ന് അർത്ഥം. അദ്ദേഹം സമ്മതിച്ചു. റൈറ്റിംഗ് ടോട്ടൽ ഇൻ ഹിസ് നോട്ട്ബുക്ക്, ആ മൊത്തത്തിലുള്ള ആകെയുള്ള നൽകാനുള്ള തുക നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. താങ്ക്സ്, നന്ദി. വിത്ത് ദ മീറ്റ് സേഫ്ലി സ്റ്റോർഡ്. സേഫ്ലി എന്നാൽ സുരക്ഷിതമായി ആ മാംസം സ്റ്റോർ ചെയ്തുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട്. ആദം താങ്ക്ഡ് ഹിം അഗെയിൻ ആസ് ദ സപ്ലയർ വേവ്ഡ് ഗുഡ് ബൈ ആൻഡ് ലെഫ്റ്റ് ദ ഷോപ്പ്. ആദം അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അഗെയിൻ, വീണ്ടും ആദം അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ആസ് ദ സപ്ലയർ വേവ്ഡ് ഗുഡ് ബൈ, ആ ഇറച്ചി വിതരണക്കാരൻ വേവ്ഡ് ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് ലെഫ്റ്റ് ദ ഷോപ്പ്, എന്നിട്ട് അദ്ദേഹം ആ കടയിൽ നിന്നും പോയി. ആ ഇറച്ചി വിൽപ്പനക്കാരൻ ആ കടയിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട്, കൈവീശി പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ആദം വീണ്ടും അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ആസ് മോർ പീപ്പിൾ കെയിം ഇൻ ടു ദ ഷോപ്പ്, കൂടുതൽ ആളുകൾ കടയിലേക്ക് വന്നപ്പോൾ ആദം ഗ്രീറ്റഡ് ഈച്ച് വൺ വിത്ത് എ സ്മൈൽ. ആദം ഉപചാരം ചെയ്തു. ഈച്ച് വൺ, ഓരോരുത്തരെയും, വിത്ത് എ സ്മൈൽ, ഒരു പുഞ്ചിരിയോടുകൂടി ഓരോ വ്യക്തികളെയും ആദം ഉപചാരം ചെയ്തു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത് എന്നാണ് ഇവിടെ അർത്ഥം. ഹി വാസ് റെഡി ടു കട്ട് ആൻഡ് റാപ്പ് മോർ മീറ്റ്. ഹി വാസ് റെഡി, അദ്ദേഹം തയ്യാറായിരുന്നു. ടു കട്ട് ആൻഡ് റാപ്പ്, അത് മാംസം മുറിച്ച് അത് പൊതിയാൻ വേണ്ടിയിട്ട്. മോർ മീറ്റ്, കൂടുതൽ മാംസം മുറിച്ച് അത് പൊതിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരുന്നു. ഹി സ്പെൻഡ് ദ ഡേ ബിസി. അദ്ദേഹം ചിലവഴിച്ചു. ദ ഡേ ബിസി, ദിവസം മുഴുവൻ അദ്ദേഹം ജോലിയിൽ തിരക്കിലേർപ്പെട്ടുകൊണ്ട് ചിലവഴിച്ചു. ടോക്കിംഗ് ടു കസ്റ്റമേഴ്സ് ആൻഡ് മേക്കിംഗ് ഷുവർ ദേ ലെഫ്റ്റ് ഹാപ്പി. ടോക്കിംഗ് ടു കസ്റ്റമേഴ്സിനോട് സംസാരിച്ചുകൊണ്ടും, ആൻഡ് മേക്കിംഗ് ഷുവർ, ഉറപ്പ് വരുത്തിക്കൊണ്ടും, ദേ ലെഫ്റ്റ് ഹാപ്പി, അവർ സന്തോഷത്തോടെ കടയിൽ നിന്ന് പോകുന്നു എന്നും, അതുപോലെ അവരോട് സംസാരിച്ചുകൊണ്ടും അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു എന്ന് തീർച്ച വരുത്തിക്കൊണ്ടും അദ്ദേഹം ദിവസം മുഴുവൻ ജോലിയിൽ തിരക്കിലേർപ്പെട്ടുകൊണ്ട് ചിലവഴിച്ചു. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, അവസാനം ആദം ബിഗാൻ ടു വൈൻഡ് അപ്പ് ഹിസ് ഷോപ്പ്. വൈൻഡ് അപ്പ് എന്നാൽ അർത്ഥം അവസാനിപ്പിക്കുക, നിർത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ആദം ബിഗാൻ ടു വൈൻഡ് അപ്പ് ഹിസ് ഷോപ്പ്, ആദം അദ്ദേഹത്തിൻ്റെ ഷോപ്പ് അടക്കാൻ ആരംഭിച്ചു. ഹി കെയർഫുള്ളി ക്ലീൻഡ് ഹിസ് കൗണ്ടേഴ്സ്. കൗണ്ടർ എന്നാൽ കച്ചവട സാധനങ്ങൾ വച്ചിട്ടുള്ള മേശ എന്നാണ് അർത്ഥം. ആ മേശകൾ അദ്ദേഹം ശ്രദ്ധയോടെ വൃത്തിയാക്കി. പുട്ട് ഈച്ച് ടൂൾ ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ്. പുട്ട് ബാക്ക് എന്നാൽ തിരിച്ചു വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്, യഥാസ്ഥാനത്ത് വയ്ക്കുക. പുട്ട് ഈച്ച് ടൂൾ ബാക്ക്, ഓരോ വസ്തുക്കളും ഓരോ ഉപകരണങ്ങളും അതേ സ്ഥാനത്ത് തിരിച്ചു വയ്ക്കുന്നു. എവിടെ നിന്നാണ് എടുത്തത് ആ സ്ഥലത്തേക്ക് തന്നെ
ഇറ്റ്സ് പ്ലേസ് എന്നാൽ ആ ഉപകരണങ്ങളുടെ സ്ഥലങ്ങൾ എവിടെയാണ് അവിടേക്ക് തന്നെ ഓരോ ഉപകരണങ്ങളും തിരിച്ചു വയ്ക്കുന്നു. ആൻഡ് ഓർഗനൈസ്ഡ് ദ റിമൈനിങ് മീറ്റ് നീറ്റ്ലി ഇൻ സ്റ്റോറേജ്. ആൻഡ് ഓർഗനൈസ്ഡ് ചിട്ടപ്പെടുത്തുന്നു ദ റിമൈനിങ് മീറ്റ്. റിമൈനിങ് എന്നാൽ ബാക്കിയുള്ള മാംസം. നീറ്റ്ലി ഇൻ സ്റ്റോറേജ് വളരെ വൃത്തിയോടെ വളരെ നല്ല രീതിയിൽ ആ മാംസം അതിൻ്റെ സ്ഥാനത്ത് ആ സ്റ്റോറേജിൽ വച്ചിട്ട് ക്രമപ്പെടുത്തുന്നു, കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നു, ക്രമപ്പെടുത്തി വയ്ക്കുന്നു. സ്റ്റോറേജ് എന്നാൽ ശേഖരിപ്പു സ്ഥലം. ഹി കൗണ്ടഡ് ദ ക്യാഷ് അദ്ദേഹം പണം എണ്ണി നോക്കി. പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ ബാഗ് അദ്ദേഹം ഒരു ബാഗിനകത്ത് അത് വച്ചു. പ്ലേസ് എന്നാൽ ഇവിടെ വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. പ്ലേസ്ഡ് വച്ചു, ഇറ്റ് അത് ആ പണം ഇൻ എ ബാഗ് ഒരു ബാഗിനുള്ളിൽ. ആൻഡ് ടുക്ക് ഔട്ട് എ സ്മോൾ പോർഷൻ ഓഫ് മീറ്റ് ടു ബ്രിങ് ഹോം. ആൻഡ് ടുക്ക് ഔട്ട് എന്നിട്ട് അദ്ദേഹം പുറത്തെടുത്തു എ സ്മോൾ പോർഷൻ ഓഫ് മീറ്റ് ഒരു മാംസത്തിൻ്റെ ഒരു കുറച്ചു ഭാഗം അദ്ദേഹം ചെറിയൊരു ഭാഗം അദ്ദേഹം എടുത്തു. ടു ബ്രിങ് ഹോം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ആഫ്റ്റർ ചെക്കിംഗ് ദാറ്റ് എവരിത്തിങ് വാസ് ഇൻ ഓർഡർ എല്ലാം ക്രമത്തിലാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം. ആഫ്റ്റർ ചെക്കിംഗ് പരിശോധിച്ചതിന് ശേഷം. ദാറ്റ് എവരിത്തിങ് വാസ് ഇൻ ഓർഡർ എല്ലാം ക്രമത്തിലാണ്, ശരിയായിട്ടുള്ള രൂപത്തിലാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം. ഹി ടേൺഡ് ഓഫ് ദ ലൈറ്റ്സ് അദ്ദേഹം ലൈറ്റുകൾ ഓഫ് ചെയ്തു. ലോക്ക്ഡ് ദ ഡോർ വാതിൽ അടച്ചു. ആൻഡ് ദെൻ വെൻറ്റ് ടു ദ ഗ്രോസറി സ്റ്റോർ. ആൻഡ് ദെൻ അതിനുശേഷം വെൻറ്റ് പോയി. ടു ദ ഗ്രോസറി സ്റ്റോർ ഗ്രോസറി സ്റ്റോർ എന്നാൽ പലചരക്ക് കട. അതിനുശേഷം അദ്ദേഹം പലചരക്ക് കടയിലേക്ക് പോയി. അറ്റ് ദ ഗ്രോസറി സ്റ്റോർ പലചരക്ക് കടയിൽ. ആദം പിക്ഡ് അപ്പ് എ ഫ്യൂ എസെൻഷ്യൽസ്. എ ഫ്യൂ എന്നാൽ കുറച്ച്, എസെൻഷ്യൽസ് എന്നാൽ അത്യാവശ്യമായ എന്നാണ് അർത്ഥം. കുറച്ച് അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ആദം എടുത്തു പലചരക്ക് കടയിൽ വച്ച്. ഫ്രഷ് ബ്രെഡ് റൈസ് ആൻഡ് സം വെജിറ്റബിൾസ് കുറച്ച് പച്ചക്കറികൾ, ബ്രെഡ്, റൈസ്, അരി ഇതൊക്കെ അദ്ദേഹം എടുത്തു. ആസ് ഹി വോക്ക്ഡ് ടു ദ ഫ്രീസർ സെക്ഷൻ തണുപ്പുള്ള വസ്തുക്കൾ വയ്ക്കുന്ന ആ സെക്ഷനിലേക്ക് അദ്ദേഹം നടന്നു പോയ സമയത്ത്. ആസ് ഹി വോക്ക്ഡ് അദ്ദേഹം നടന്നു പോയ സമയത്ത്. ടു ദ ഫ്രീസർ സെക്ഷനിലേക്ക് അദ്ദേഹം നടന്നു പോയപ്പോൾ ആ സമയത്ത്. ഹി സ്മൈൽഡ് അദ്ദേഹം പുഞ്ചിരിച്ചു. തിങ്കിങ് ഓഫ് ഹിസ് കിഡ്സ് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പറ്റി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. ആൻഡ് ഗ്രാബ്ഡ് 2 ഐസ്ക്രീം പാക്സ്. ഗ്രാബ് എന്നാൽ ഇവിടെ കൈക്കലാക്കുക എന്നുള്ള അർത്ഥം. ആൻഡ് ഗ്രാബ്ഡ് 2 ഐസ്ക്രീം പാക്സ് 2 ഐസ്ക്രീം പാക്കറ്റുകൾ അദ്ദേഹം കൈക്കലാക്കി അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പറ്റി ചിന്തിച്ചുകൊണ്ട്. ചോക്ലേറ്റ് ഫോർ ഹിസ് സൺ ആൻഡ് സ്ട്രോബെറി ഫോർ ഹിസ് ഡോട്ടർ. ചോക്ലേറ്റ് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ടും സ്ട്രോബെറി അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം വാങ്ങി. ഫൈനലി അവസാനം. ഹി വെൻറ്റ് ടു ദ കൗണ്ടർ അദ്ദേഹം കൗണ്ടറിനടുത്തേക്ക് പോയി. വേർ ഹി പെയ്ഡ് ദ ബിൽ അവിടെ അദ്ദേഹം പണം അടച്ചു, ബില്ല് അടച്ചു. വേറെന്നാൽ ആ സ്ഥലത്ത് എന്നുള്ള അർത്ഥമാണ്. കൗണ്ടർ അവിടെ. ആൻഡ് ദെൻ ഹെഡഡ് ഹോം. ഹെഡ് എന്നാൽ ഇവിടെ പോകുക എന്നുള്ള അർത്ഥം, തുടരുക ഇതൊക്കെയാണ് അർത്ഥം. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. ഹെഡഡ് തുടർന്നു, പോയി ഇതൊക്കെയാണ് അർത്ഥം. അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത്. ഹിസ് വൈഫ് വാസ് മേക്കിംഗ് എ ഡെലിഷ്യസ് ഡിന്നർ. ഡെലിഷ്യസ് എന്നാൽ രുചിയുള്ള, ആസ്വാദകരമായിട്ടുള്ള, നല്ല രുചിയുള്ള ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ആദ്യം. ഷീ ബോയിൽഡ് വാട്ടർ ഇൻ എ പോട്ട് ആൻഡ് ആഡഡ് ദ പാസ്റ്റ. ഫസ്റ്റ് ആദ്യം. ഷീ ബോയിൽഡ് അവൾ തിളപ്പിച്ചു. വാട്ടർ കുറച്ച് വെള്ളം തിളപ്പിച്ചു. ഇൻ എ പോട്ട് ഒരു കുടത്തിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ചു. ആൻഡ് ആഡഡ് ദ പേസ്റ്റ എന്നാൽ ഗോതമ്പ് അതിനകത്തേക്ക് ഇട്ടു. ആഡഡ് എന്നാൽ ചേർത്തു, ഇട്ടു ഇതൊക്കെയാണ് അർത്ഥം. വൈൽ ഇറ്റ് കുക്ക്ഡ് അത് വേവുന്ന സമയത്ത്. ഷീ ചോപ്ഡ് ഫ്രഷ് വെജിറ്റബിൾസ് ഫോർ എ സാലഡ്. ഷീ ചോപ്ഡ് ചോപ്പ് എന്നാൽ നുറുക്കുക എന്നാണ് അർത്ഥം, കഷ്ണങ്ങളാക്കുക. ഫ്രഷ് വെജിറ്റബിൾസ് ഫോർ എ സാലഡ് അവൾ പച്ചക്കറികൾ സാലഡിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കി. ദെൻ അതിനുശേഷം.
ഷീ ഹീറ്റഡ് ഒലീവ് ഓയിൽ ഇൻ എ പാൻ ആൻഡ് സോട്ടേഡ് ഗാർലിക്. ഷീ ഹീറ്റഡ് ഒലീവ് ഓയിൽ ഇൻ എ പാൻ. അവൾ ഒരു പാനിനകത്ത് ഒലീവ് ഓയിൽ ചൂടാക്കി. ഹീറ്റ് എന്നാൽ ചൂട് പിടിപ്പിക്കുക. ഒലീവ് ഓയിൽ ഇൻ എ പാൻ. പാൻ എന്നാൽ ചട്ടി. ആൻഡ് സോട്ടേഡ്. സോട്ട എന്നാൽ അർത്ഥം വഴറ്റുക എന്നാണ് അർത്ഥം. ഗാർലിക് എന്നാൽ വെളുത്തുള്ളി. വെളുത്തുള്ളി വഴറ്റി. ഒരു പാനിനകത്ത് ഒരു ചട്ടിയിൽ ഒലീവ് ഓയിൽ ചൂടാക്കി. എന്നിട്ട് അതിന് ശേഷം ഗാർലിക് വെളുത്തുള്ളി വഴറ്റി. ഫൈനലി അവസാനം ഷീ മിക്സ്ഡ് ദ കുക്ക്ഡ് പാസ്റ്റ വിത്ത് ഗാർലിക് ആൻഡ് ആഡഡ് എ റിച്ച് ടൊമാറ്റോ സോസ്. ഷീ മിക്സ്ഡ് അവൾ ചേർത്തു, കലർത്തി, ദ കുക്ക്ഡ് പാസ്റ്റ ആ വേവായിട്ടുള്ള പാസ്റ്റ കലർത്തി, വിത്ത് ഗാർലിക് വെളുത്തുള്ളിയുമായിട്ട്, ആൻഡ് ആഡ് എന്നിട്ട് ചേർത്തു, എ റിച്ച് ടൊമാറ്റോ സോസ് എന്നിട്ട് ടൊമാറ്റോ സോസ് ചേർത്തു. റിച്ച് എന്നാൽ കൊഴുപ്പുള്ള എന്നാണ് അർത്ഥം, ശോഭയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഫില്ലിംഗ് ദ കിച്ചൺ വിത്ത് എ വണ്ടർഫുൾ അരോമ. ഫില്ലിംഗ് നിറയ്ക്കുന്നു, ദ കിച്ചൺ അടുക്കള നിറയ്ക്കുന്നു, വിത്ത് എ വണ്ടർഫുൾ അരോമ. അരോമ എന്നാൽ പരിമളം, സുഗന്ധം, ഇതൊക്കെയാണ് അർത്ഥം. വളരെ നല്ല ഉത്കൃഷ്ടമായിട്ടുള്ള പരിമളം അടുക്കളയിൽ നിറയ്ക്കുന്നു. വെൻ ആദം കെയിം ഹോം വിത്ത് ഗ്രോസറി ബാഗ്. വെൻ ആദം കെയിം ഹോം. ആദം വീട്ടിലേക്ക് വന്ന സമയത്ത്. വെൻ എന്നാൽ ആ സമയത്ത്, അപ്പോൾ. വെൻ ആദം കെയിം ഹോം. ആദം വീട്ടിലേക്ക് വന്ന സമയത്ത്, വിത്ത് ദ ഗ്രോസറി ബാഗ് ആ പലചരക്ക് വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ബാഗുമായിട്ട് ആദം വീട്ടിലേക്ക് വന്ന സമയത്ത്, ഹി ഫൗണ്ട് ഹിസ് വൈഫ് ബിസി ഇൻ ദ കിച്ചൺ. അടുക്കളയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലിയിൽ തിരക്കിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഐ ബ്രോട്ട് സം ഗ്രോസറീസ്. ഐ ബ്രോട്ട് ഞാൻ കൊണ്ടുവന്നു, സം ഗ്രോസറീസ് കുറച്ച് പലചരക്ക് വസ്തുക്കൾ ഞാൻ കൊണ്ടുവന്നു. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്, കൊണ്ടുവന്നു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ദെൻ ഹി ടുക്ക് ദ ഐസ്ക്രീം പാക്സ് ഫ്രം ദ ബാഗ്. ദെൻ അതിനുശേഷം ഹി ടുക്ക് ദ ഐസ്ക്രീം പാക്സ് അദ്ദേഹം ഐസ്ക്രീം പാക്കറ്റുകൾ എടുത്തു. ഫ്രം ദ ബാഗ് ആ ബാഗിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ ആ സഞ്ചിയിൽ നിന്നും അദ്ദേഹം അതിനുശേഷം ആ ഐസ്ക്രീം പാക്കറ്റുകൾ എടുത്തു. ഹി പ്ലേസ്ഡ് ദം ഇൻ ദ ഫ്രീസർ ആൻഡ് ടേൺ ടു ഹിസ് വൈഫ്. ഹി പ്ലേസ്ഡ് അദ്ദേഹം വച്ചു, ദം അവകൾ ആ ഐസ്ക്രീം പാക്കറ്റുകൾ, ഇൻ ദ ഫ്രീസർ ഫ്രീസറിനകത്ത് വച്ചു, ആൻഡ് ടേൺ ടു ഹിസ് വൈഫ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നേർക്ക് തിരിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. ലിലി ഭാര്യയെ വിളിക്കുകയാണ്. ഐ എം റിയലി ഹംഗ്രി ആഫ്റ്റർ എ ലോങ് ഡേ. ഐ എം റിയലി ഹംഗ്രി എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. ആഫ്റ്റർ എ ലോങ് ഡേ ഒരു തിരക്കുള്ള നീണ്ട ദിവസം. അതിനുശേഷം ഞാൻ വളരെ ക്ഷീണത്തിലാണ്, ഞാൻ വളരെ വിശന്നിരിക്കുകയാണ്, ഞാൻ ശരിക്കും വിശന്നിരിക്കുകയാണ്. ക്യാൻ യു പ്ലീസ് സെർവ് ദ ഡിന്നർ. ദയവായി എനിക്ക് ഭക്ഷണം വിളമ്പാമോ. ലിലി സ്മൈൽഡ് ആൻഡ് സെഡ്. ലിലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഇറ്റ്സ് ഓൾ റെഡി അതെല്ലാം തയ്യാറാണ്. ലെറ്റ്സ് ഈറ്റ് നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് എന്നാൽ നമുക്ക് ഭക്ഷിക്കാം. ആസ് ദ ഫാമിലി സാറ്റ് അറ്റ് ദ ഡിന്നർ ടേബിൾ. ആ കുടുംബം ഊൺമേശക്ക് അടുത്ത് ഇരുന്ന സമയത്ത്. ആസ് ദ ഫാമിലി സാറ്റ് ആ കുടുംബം ഇരുന്ന സമയത്ത്, അറ്റ് ദ ഡിന്നർ ടേബിൾ ഊൺമേശക്ക് അടുത്ത് അവിടെ ഇരുന്ന സമയത്ത്, എവ്രി വൺ എൻജോയ്ഡ് ദെയർ മീൽ അവർ എല്ലാവരും കുട്ടികളും ഭാര്യയും ആദമും അവർ എല്ലാവരും ഭക്ഷണം ആസ്വദിച്ചു. ആഫ്റ്റർ ഫിനിഷിംഗ് ഡിന്നർ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം, ബെൻ ആൻഡ് ഹെന ബെന്നും ഹെനയും ഇത് ആ രണ്ട് മക്കളാണ്. ക്വിക്ക്ലി റാൻ ടു ദ ഫ്രീസർ അവർ ഫ്രീസറിനടുത്തേക്ക് ഓടി. ആൻഡ് ബെൻ ടുക്ക് ഔട്ട് ഹിസ് ഫേവറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം. ആൻഡ് ബെൻ ടുക്ക് ഔട്ട് ബെൻ പുറത്തെടുത്തു, ഹിസ് ഫേവറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീം അവൻ ആ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തു. വൈൽ ഹെന ഗ്രാബ്ഡ് ഹെർ സ്ട്രോബെറി ഐസ്ക്രീം. വൈൽ അതേസമയം ഹെന കൈക്കലാക്കി ഹെർ സ്ട്രോബെറി ഐസ്ക്രീം അവളുടെ സ്ട്രോബെറി ഐസ്ക്രീമും ഹെന അതേസമയം കൈക്കലാക്കി. They laughed and enjoyed their sweet treat together. They laughed and enjoyed അവർ ചിരിച്ച് ആസ്വദിച്ചു. Their sweet treat together അവരുടെ ആ മധുര സൽക്കാരം.
ടുഗദർ എന്നാൽ ഒരുമിച്ച്. അത് അവർ ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചു. ഓൺ വൺ സച്ച് ഡേ എ ഗ്രെയിൻ മെർച്ചൻറ്റ് കെയിം ടു ആദംസ് ഷോപ്പ്. എ ഗ്രെയിൻ മെർച്ചൻറ്റ്, മെർച്ചൻ്റ് എന്നാൽ കച്ചവടക്കാരൻ, ഒരു ധാന്യ കച്ചവടക്കാരൻ. കെയിം ടു ആദംസ് ഷോപ്പ്, ആദമിൻ്റെ വീട്ടിലേക്ക്, ആദമിൻ്റെ കടയിലേക്ക് ഒരു ധാന്യ കച്ചവടക്കാരൻ വന്നു. കെയിം എന്നാൽ വന്നു. ടു ആദംസ് ഷോപ്പ്, ആദമിൻ്റെ കടയിലേക്ക്. ആദം വാസ് കൗണ്ടിങ് ഹിസ് മണി ദെൻ. ദെൻ എന്നാൽ ഇവിടെ അർത്ഥം ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹം എണ്ണി നോക്കുകയായിരുന്നു. ആദം വാസ് കൗണ്ടിങ്, ആദം എണ്ണുകയായിരുന്നു. ഹിസ് മണി, അദ്ദേഹത്തിൻ്റെ പണം. ദെൻ ആ സമയത്ത്. ദ മെർച്ചൻ്റ് ആസ്ക്ഡ് ഫോർ എ പൗണ്ട് ഓഫ് മീറ്റ്. ആ കച്ചവടക്കാരൻ, ആ ധാന്യ കച്ചവടക്കാരൻ 1 പൗണ്ട് മാംസം ചോദിച്ചു. ആദം പ്ലേസ്ഡ് ഹിസ് മണി ബാഗ് ഓൺ ദ കൗണ്ടർ. ആദം വച്ചു ഹിസ് മണി ബാഗ്, അദ്ദേഹത്തിൻ്റെ പണസഞ്ചി അദ്ദേഹം വച്ചു. ആദം വച്ചു ഓൺ ദ കൗണ്ടർ, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വസ്തുക്കൾ വയ്ക്കുന്ന ആ മേശയ്ക്ക് മുകളിലായിട്ട് ആദമിൻ്റെ പണസഞ്ചി വച്ചു. ആൻഡ് നോട്ടീസ്ഡ് ദാറ്റ് ഹീ നീഡഡ് ടു ടേക്ക് ദ മീറ്റ് ഔട്ട് ഓഫ് ദ ഫ്രീസർ. ഹീ നോട്ടീസ്ഡ് ദാറ്റ്, അദ്ദേഹം മനസ്സിൽ കരുതി, അദ്ദേഹം മനസ്സിലാക്കി. ഹീ നീഡഡ് ടു ടേക്ക് ദ മീറ്റ് ഔട്ട് ഓഫ് ദ ഫ്രീസർ, ആ ഫ്രീസറിന് അകത്ത് നിന്നും ആ മാംസം എടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കി. അതായത് അവിടെ ഇല്ലായിരുന്നു, ഫ്രീസറിന് അകത്തായിരുന്നു മാംസം. ആ മേശയുടെ മുകളിൽ മാംസം ഇല്ലായിരുന്നു. ആദം ലെഫ്റ്റ് ടു ഗെറ്റ് ദ മീറ്റ് ഫ്രം ഇൻസൈഡ്. ആദം അവിടം വിട്ട് പോയി, ആ കൗണ്ടറിന് അരികെ നിന്നും അദ്ദേഹം പോയി. ടു ഗെറ്റ് ദ മീറ്റ്, മാംസം എടുക്കാൻ വേണ്ടി. ടു ഗെറ്റ് എന്നാൽ എടുക്കാൻ വേണ്ടി. ഫ്രം ഇൻസൈഡ്, അകത്ത് നിന്നും മാംസം എടുക്കാൻ വേണ്ടിയിട്ട് ആദം അവിടം വിട്ട് പോയി. ബട്ട് വെൻ ഹി റിട്ടേൺഡ്, പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ, ഹി വാസ് സർപ്രൈസ്ഡ്, അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഹി സോ ദാറ്റ് ദ മണി ബാഗ് വാസ് നൗ വിത്ത് ദ മെർച്ചൻറ്റ്. ഹി സോ ദാറ്റ്, അദ്ദേഹം കണ്ടു. ദ മണി ബാഗ് വാസ് നൗ വിത്ത് ദ മെർച്ചൻറ്റ്, ഇപ്പോൾ ആ പണമടങ്ങിയ ബാഗ് ആ ധാന്യക്കച്ചവടക്കാരൻ്റെ അടുത്താണ്. അത് അദ്ദേഹം കണ്ടു, ആദം കണ്ടു. ആൻഡ് ഹി വാസ് പേയിങ് ഫോർ ദ മീറ്റ് ഫ്രം ഇറ്റ്. ആദം ഇത് കാണുകയാണ്. ഹി വാസ് പേയിങ്, അദ്ദേഹം അടക്കുകയായിരുന്നു. ആ ധാന്യം കച്ചവടക്കാരൻ വാസ് പേയിങ്, അദ്ദേഹം പണം അടയ്ക്കുകയായിരുന്നു. ഫോർ ദ മീറ്റ്, മാംസത്തിന് വേണ്ടിയിട്ടുള്ള പണം അടയ്ക്കുകയാണ്. ഫ്രം ഇറ്റ്, അതിൽ നിന്നും, ആദമിൻ്റെ പണസഞ്ചി, അതിൽ നിന്നും അദ്ദേഹം ധാന്യക്കച്ചവടക്കാരൻ ഇറച്ചിക്കുള്ള പണം അടക്കുന്നതായിട്ടും ആദം കണ്ടു. ആദം വാസ് വെരി ആംഗ്രി, ആദം വളരെ നന്നായി ദേഷ്യപ്പെട്ടു. ആദം വാസ് വെരി ആംഗ്രി, ആദം വളരെയധികം ദേഷ്യപ്പെട്ടു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, എക്സ്ക്യൂസ് മീ സാർ, ഐ തിങ്ക് യു ഹാവ് സ്റ്റോളൻ മൈ മണി ബാഗ്. ഐ തിങ്ക്, എനിക്ക് തോന്നുന്നത്, യു ഹാവ് സ്റ്റോളൻ, നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്, മൈ മണി ബാഗ്, എൻ്റെ പണസഞ്ചി നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ആദം പറഞ്ഞു. ഐ ഹാഡ് ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ കൗണ്ടർ ബിഫോർ ഐ വെൻറ്റ് ടു ഗെറ്റ് ദ മീറ്റ്. ഐ ഹാഡ് ലെഫ്റ്റ്, ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഓൺ ദ കൗണ്ടർ, ആ പണസഞ്ചി ഞാൻ കൗണ്ടറിൻ്റെ മുകളിൽ വച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ വെൻറ്റ് ടു ഗെറ്റ് ദ മീറ്റ്, ഞാൻ മാംസം എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അത് ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു. ദ മെർച്ചൻറ്റ് സെഡ്, കച്ചവടക്കാരൻ, ആ ധാന്യ കച്ചവടക്കാരൻ പറഞ്ഞു, ഹൗ ഡയർ യു കോൾ മീ എ തീഫ്. ഡയർ എന്നാൽ ധൈര്യപ്പെടുക എന്നാണ് അർത്ഥം. ഹൗ ഡയർ യു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു. കോൾ മീ എ തീഫ്, തീഫ് എന്നാൽ കള്ളൻ, എന്നെ കള്ളൻ എന്ന് വിളിക്കാൻ, എന്നെ ഒരു കള്ളൻ എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു. ദിസ് ഈസ് മൈ മണി ബാഗ്, ഇത് എൻ്റെ പണപ്പൊതിയാണ്, ഇത് എൻ്റെ പണസഞ്ചിയാണ്. ഐ ബ്രോട്ട് ഇറ്റ് വിത്ത് മീ ടു ദ ഷോപ്പ്. ഐ ബ്രോട്ട് ഇറ്റ്, ഞാൻ കൊണ്ടുവന്നു. വിത്ത് മീ ടു ദ ഷോപ്പ്, ഞാൻ എൻ്റെ കൂടെ ഇത് ഈ കടയിലേക്ക് കൊണ്ടുവന്നതാണ്. ആദം സെഡ്, ആദം പറഞ്ഞു, ഹൗ ക്യാൻ ഐ ബിലീവ് യു ഹാവ് നോട്ട് ടേക്കൺ മൈ ബാഗ് ഫ്രം ദ കൗണ്ടർ. ഹൗ ക്യാൻ ഐ ബിലീവ്, എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും. യു ഹാവ് നോട്ട് ടേക്കൺ, നീ എടുത്തിട്ടില്ല, മൈ ബാഗ്, എൻ്റെ ബാഗ്, ഫ്രം ദ കൗണ്ടർ, ഈ കൗണ്ടറിൽ നിന്നും എൻ്റെ ബാഗ് നീ എടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ എങ്ങനെ
വിശ്വസിക്കും. ആദം പറഞ്ഞു. ദ മെർച്ചൻ്റ് റിപ്ലൈഡ്. ധാന്യക്കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു. ഹൗ ക്യാൻ ഐ ബിലീവ് യു ലെഫ്റ്റ് യുവർ ബാഗ് ഓൺ ദ കൗണ്ടർ. ഹൗ ക്യാൻ ഐ ബിലീവ്, എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും, യു ലെഫ്റ്റ് യുവർ ബാഗ്, നീ നിൻ്റെ ബാഗ് വച്ചു, ഓൺ ദ കൗണ്ടർ, കൗണ്ടറിൽ നീ നിൻ്റെ ബാഗ് വച്ചിരുന്നു എന്നുള്ളത് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും. ആ ധാന്യക്കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു. യു മൈറ്റ് ബി മേക്കിംഗ് ഇറ്റ് അപ്പ് സോ ദാറ്റ് ഐ ആം ഫോഴ്സ്ഡ് ടു ഗിവ് മൈ ബാഗ് ടു യു. യു മൈറ്റ് ബി മേക്കിംഗ്, നീ ഉണ്ടാക്കുകയായിരിക്കാം, ഇറ്റ്, അതായത് അവിടെ കൗണ്ടർ വച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു എന്നുള്ളത് നീ പറഞ്ഞ് ഉണ്ടാക്കുകയായിരിക്കാം. സോ ദാറ്റ്, അങ്ങനെയാണെങ്കിൽ. മേക്കപ്പ് എന്നാൽ മറ്റൊരർത്ഥം കെട്ടിച്ചമയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വ്യാജമായി നിർമ്മിക്കുക, അത് നീ വ്യാജമായിട്ട് നിർമ്മിച്ചതായിരിക്കാം. സോ ദാറ്റ്, അങ്ങനെയാണെങ്കിൽ. ഐ ആം ഫോഴ്സ്ഡ് ടു ഗിവ് മൈ ബാഗ് ടു യു. ഐ ആം ഫോഴ്സ്ഡ്, ഞാൻ നിർബന്ധിതനാകും, ടു ഗിവ് നൽകാൻ, മൈ ബാഗ് ടു യു, എൻ്റെ ബാഗ് നിനക്ക് നൽകാൻ ഞാൻ നിർബന്ധിതനാകും. അതിനു വേണ്ടിയിട്ട് നീ പറഞ്ഞ് ഉണ്ടാക്കുകയാണ് എന്ന് ഈ ധാന്യക്കച്ചവടക്കാരൻ ആദമിനോട് പറഞ്ഞു. എ ഫൈറ്റ് ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ആദം ആൻഡ് ദ മെർച്ചൻറ്റ്. എ ഫൈറ്റ്, ഒരു വഴക്ക്, ബ്രോക്ക് ഔട്ട് എന്നാൽ പൊട്ടിപ്പുറപ്പെടുക എന്നാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ബ്രോക്ക് ഔട്ട്, പൊട്ടിപ്പുറപ്പെട്ടു. എ ഫൈറ്റ് ബ്രോക്ക് ഔട്ട്, ഒരു വഴക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ബിറ്റ്വീൻ ആദം ആൻഡ് ദ മെർച്ചൻറ്റ്, ആദമിൻ്റെയും ആ ധാന്യക്കച്ചവടക്കാരൻ്റെയും ഇടയിൽ ഒരു വഴക്ക് പൊട്ടിപ്പുറപ്പെട്ടു. മെനി പീപ്പിൾ ഗ്യാതേർഡ് എറൗണ്ട് ദം. മെനി പീപ്പിൾ, ഒരുപാട് ആളുകൾ, ഗ്യാതേർഡ്, ഒരുമിച്ച് കൂടി, എറൗണ്ട് ദം, അവർക്ക് ചുറ്റുപാടും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി. ഫൈനലി, അവസാനം. സംവൺ സജസ്റ്റഡ് ദാറ്റ് ദേ ഗോ ടു ദ ജഡ്ജ്. സംവൺ, ഒരാൾ, സജസ്റ്റ്, നിർദ്ദേശിച്ചു, ദാറ്റ് ദേ ഗോ ടു ദ ജഡ്ജ്, അവർ, ജഡ്ജ് എന്നാൽ ഇവിടെ ന്യായാധിപൻ, അവർ ന്യായാധിപൻ്റെ അടുത്തേക്ക് പോകട്ടെ എന്ന് അവിടെ ഒരുമിച്ച് കൂടിയവരിൽ ഒരാൾ പറഞ്ഞു. അവസാനം പറഞ്ഞു. ഫൈനലി എന്നാൽ അവസാനം ഒരു വ്യക്തി പറഞ്ഞു, അവർ ന്യായാധിപൻ്റെ അടുത്തേക്ക് പോകട്ടെ, ഒരാൾ നിർദ്ദേശിച്ചു. ഹി വുഡ് ഫൈൻഡ് എ വേ ടു സോൾവ് ദ പ്രോബ്ലം. ഹി വുഡ് ഫൈൻഡ്, അദ്ദേഹം, ന്യായാധിപൻ, വുഡ് ഫൈൻഡ്, കണ്ടെത്തിയേക്കും, എ വേ, ഒരു മാർഗം, ടു സോൾവ്, പരിഹരിക്കാൻ, ദ പ്രോബ്ലം, ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തിയേക്കും. സോ ദ മെർച്ചൻ്റ് ആൻഡ് ആദം വെൻറ്റ് ടു ദ ജഡ്ജ്. സോ അങ്ങനെ, ദ മെർച്ചൻ്റ് ആൻഡ് ആദം, ആ ധാന്യക്കച്ചവടക്കാരനും ആദമും, വെൻറ്റ്, പോയി, ടു ദ ജഡ്ജ്, ന്യായാധിപൻ്റെ അടുത്തേക്ക് അവർ രണ്ടുപേരും അങ്ങനെ പോയി. ദ ജഡ്ജ് കെയർഫുള്ളി സ്റ്റഡീഡ് ദ മണി ബാഗ്. ദ ജഡ്ജ്, ന്യായാധിപൻ, കെയർഫുള്ളി, ശ്രദ്ധയോടെ, സ്റ്റഡീഡ്, പഠിച്ചു, ദ മണി ബാഗ്, ആ പണമടങ്ങിയ സഞ്ചിയെപ്പറ്റി ആ ന്യായാധിപൻ ശ്രദ്ധയോടെ മനസ്സിലാക്കി, അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചു. ദെൻ ഹി ആസ്ക്ഡ് ദ മെർച്ചൻറ്റ്. ദെൻ, പിന്നീട്, ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു, ആ ന്യായാധിപൻ ചോദിച്ചു, ദ മെർച്ചൻറ്റ്, ആ കച്ചവടക്കാരനോട്, ധാന്യ കച്ചവടക്കാരനോട് ആ ന്യായാധിപൻ ചോദിച്ചു, ഡു യു ഡീൽ ഇൻ മീറ്റ്, നീ മാംസം വിതരണം നടത്തുന്നുണ്ടോ, മാംസം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ടോ, അതാണ് ചോദിക്കുന്നത്. ഡു യു ഡീൽ ഇൻ മീറ്റ്. ദ മെർച്ചൻറ്റ് വാസ് പസിൽഡ്. പസിൽ എന്നാൽ അർത്ഥം അന്താളിക്കുക എന്നാണ് അർത്ഥം, വിഷമിക്കുക. ദ മെർച്ചൻറ്റ് വാസ് പസിൽഡ്, ആ ധാന്യക്കച്ചവടക്കാരൻ അന്താളിച്ചു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, നോ സാർ, ഇല്ല സാർ, ഐ ഡീൽ ഇൻ ഗ്രെയിൻസ്. ഗ്രെയിൻസ് എന്നാൽ ധാന്യങ്ങൾ. ഐ ഡീൽ ഇൻ ഗ്രെയിൻസ്, ഞാൻ ധാന്യങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. ഐ ആം സ്കെയർഡ് ഓഫ് ബ്ലഡ് സോ മച്ച് സോ ദാറ്റ് ഇറ്റ് മേക്സ് മീ ഫീൽ ഡിസി. സ്കെയർ എന്നാൽ ഭയപ്പെടുക എന്നാണ് അർത്ഥം. ഐ ആം സ്കെയർഡ്, ഞാൻ ഭയപ്പെടുന്നു. ഐ ആം സ്കെയർഡ് ഓഫ് ബ്ലഡ്, ഞാൻ രക്തത്തെ ഭയപ്പെടുന്നു. സോ മച്ച് സോ ദാറ്റ്, എത്രത്തോളം എന്ന് വെച്ചാൽ, സോ മച്ച് സോ ദാറ്റ് എന്നാൽ അതാണ് അർത്ഥം, എത്രത്തോളം എന്ന് വെച്ചാൽ. ഇറ്റ് മേക്സ് മീ ഫീൽ ഡിസി. ഡിസി എന്നാൽ തല ചുറ്റുന്ന എന്നാണ് അർത്ഥം, മോഹാലസ്യജനകമായ, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ് മേക്സ് മീ ഫീൽ ഡിസി, ഇത് എനിക്ക് മോഹാലസ്യമുണ്ടാക്കും, കറക്കമുണ്ടാക്കും. ഇറ്റ് മേക്സ് മീ ഫീൽ ഡിസി, എനിക്കിത്
തലക്കറക്കമുണ്ടാക്കും. അത്രത്തോളം ഞാൻ രക്തത്തെ ഭയപ്പെടുന്നു. ഐ ട്രൈ ടു സ്റ്റേ അവേ ഫ്രം ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ഐ ട്രൈ ഞാൻ ശ്രമിക്കുന്നു, സ്റ്റേ അവേ മാറി നിൽക്കാൻ, ഫ്രം ഇറ്റ് അതിൽ നിന്നും, ആസ് മച്ച് ആസ് പോസിബിൾ. ആസ് മച്ച് ആസ് പോസിബിൾ എന്നാൽ അർത്ഥം കഴിവിൻ്റെ പരമാവധി എന്നാണ് അർത്ഥം. കഴിയുന്ന അത്ര, എനിക്ക് കഴിയുന്ന അത്രയും ഞാൻ ആ രക്തത്തിൽ നിന്നും അതിൻ്റെ അടുക്കൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഐ ട്രൈ ടു സ്റ്റേ അവേ ഫ്രം ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ദ ജഡ്ജ് സ്മൈൽഡ് ആൻഡ് ഹാൻഡഡ് ദ ബാഗ് ടു ആദം. ദ ജഡ്ജ് ന്യായാധിപൻ സ്മൈൽഡ് പുഞ്ചിരിച്ചു ആൻഡ് ഹാൻഡഡ് എന്നിട്ട് കൈമാറി ദ ബാഗ് ടു ആദം ആ ബാഗ് ആ സഞ്ചി ആ ജഡ്ജ് ന്യായാധിപൻ പുഞ്ചിരിച്ചുകൊണ്ട് ആദമിന് കൈമാറി. ദ ജഡ്ജ് സെഡ് ന്യായാധിപൻ പറഞ്ഞു ദ ബാഗ് ഹാസ് ബ്ലഡ് സ്റ്റെയിൻസ് ഓൺ ഇറ്റ്. സ്റ്റെയിൻ എന്നാൽ അർത്ഥം കറ എന്നാണ് അർത്ഥം. ബ്ലഡ് സ്റ്റെയിൻസ് രക്തക്കറകൾ. ദ ബാഗ് ഹാസ് ആ ബാഗിൽ ഉണ്ട്, ആ ബാഗിന് ഉണ്ട്, ഹാസ് എന്നാൽ ഉണ്ട്, ബ്ലഡ് സ്റ്റെയിൻസ് ഓൺ ഇറ്റ് അതിന്മേൽ ആ ബാഗിന്മേൽ രക്തക്കറകൾ ഉണ്ട്. സം ഓഫ് ദ കോയിൻസ് ആർ ഓൾസോ സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ്. ആ ബാഗിന് അകത്തുള്ള നാണയങ്ങളിൽ ചിലതിലും രക്തക്കറകൾ ഉണ്ട്. ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് ബ്ലഡ് ദ ബാഗ് കാൺട്ട് ബിലോങ് ടു യു ക്യാൻ ഇറ്റ്. ഇഫ് യു ആർ സോ അഫ്രൈഡ് ഓഫ് ബ്ലഡ് നീ വളരെ നന്നായി രക്തം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, ഇഫ് യു ആർ സോ അഫ്രൈഡ് ഓഫ് ബ്ലഡ് നീ നന്നായി രക്തം അത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, ദ ബാഗ് കാൺട്ട് ബിലോങ് ടു യു ആ ബാഗ് നിൻ്റേത് ആയിരിക്കുകയില്ല. ബിലോങ് എന്നാൽ ഇവിടെ സ്വന്തമായിരിക്കുക എന്നാണ് അർത്ഥം. ദ ബാഗ് കാൺട്ട് ബിലോങ് ടു യു ആ ബാഗ് നിൻ്റേതായിരിക്കില്ല. ക്യാൻ ഇറ്റ് ആയിരിക്കുമോ ആ ന്യായാധിപൻ ചോദിച്ചു. നീ രക്തം അത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ബാഗ് നിൻ്റേതായിരിക്കുമോ, ക്യാൻ ഇറ്റ് ആയിരിക്കുമോ ന്യായാധിപൻ ധാന്യക്കച്ചവടക്കാരനോട് ചോദിച്ചു. ദ മെർച്ചൻ്റ് വാസ് പനിഷ്ഡ് ഫോർ സ്റ്റീലിംഗ്. ദ മെർച്ചൻ്റ് വാസ് പനിഷ്ഡ് ആ ധാന്യക്കച്ചവടക്കാരൻ ശിക്ഷിക്കപ്പെട്ടു ഫോർ സ്റ്റീലിംഗ്. സ്റ്റീലിംഗ് എന്നാൽ മോഷ്ടിക്കൽ എന്നാണ് അർത്ഥം. മോഷണത്തിന് ആ ധാന്യക്കച്ചവടക്കാരൻ ശിക്ഷിക്കപ്പെട്ടു. ദ മെർച്ചൻ്റ് വാസ് പനിഷ്ഡ് ആ കച്ചവടക്കാരൻ ശിക്ഷിക്കപ്പെട്ടു ഫോർ സ്റ്റീലിംഗ് മോഷണത്തിന്, ആ ബാഗ് മോഷ്ടിച്ചതിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. ആദം താങ്ക്ഡ് ദ ജഡ്ജ് ആൻഡ് ഹാപ്പിലി വെന്റ് ബാക്ക് ടു ഹിസ് ഷോപ്പ്. ആദം താങ്ക്ഡ് ആദം നന്ദി പറഞ്ഞു. ദ ജഡ്ജ് ന്യായാധിപനോട് ആദം നന്ദി പറഞ്ഞു. ആൻഡ് ഹാപ്പിലി വെന്റ് ബാക്ക് സന്തോഷത്തോടെ. വെന്റ് ബാക്ക് എന്നാൽ തിരിച്ചുപോയി എന്നാണ് അർത്ഥം. ഗോ ബാക്ക് എന്നാൽ തിരിച്ചു പോകുക, അതിൻ്റെ പാസ്റ്റാണ്. വെന്റ് ബാക്ക് തിരിച്ചുപോയി. ടു ഹിസ് ഷോപ്പ് അദ്ദേഹത്തിൻ്റെ കടയിലേക്ക്. ആദം ന്യായാധിപനോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കടയിലേക്ക് തിരിച്ചുപോയി. മോറൽ ഗുണപാഠം ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഓൾവേസ് ബി ഓണസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ആസ് ഡിസീറ്റ് വിൽ ഇവഞ്ച്വലി ബി അൺകവേർഡ്. ഓൾവേസ് എപ്പോഴും എല്ലായ്പ്പോഴും ബി ഓണസ്റ്റ് സത്യസന്ധത ഉള്ളവനായിരിക്കുക. ആൻഡ് ട്രൂത്ത്ഫുൾ എന്നാൽ നേരു പറയുന്ന, സത്യം പറയുന്ന, എപ്പോഴും സത്യസന്ധനും സത്യം പറയുന്നവനും ആയിരിക്കുക. ആസ് എന്നാൽ ആയതിനാൽ എന്നാണ് അർത്ഥം, ആയതുകൊണ്ട്. ഡിസീറ്റ് വിൽ ഇവഞ്ച്വലി ബി അൺകവേർഡ്. അൺകവർ എന്നാൽ വെളിപ്പെടുക എന്നർത്ഥം. ഇവഞ്ച്വലി എന്നാൽ അവസാനമായി, അവസാനം. ഡിസീറ്റ് എന്നാൽ വഞ്ചന, ചതി, ഇതൊക്കെയാണ് അർത്ഥം. എപ്പോഴും എല്ലായ്പ്പോഴും സത്യസന്ധനും നേര് പറയുന്നവനും ആയിരിക്കുക. എന്തുകൊണ്ടാണ്? ആസ് ഡിസീറ്റ് വിൽ ഇവഞ്ച്വലി ബി അൺകവേർഡ്. വഞ്ചന അത് അവസാനം പുറത്താകും. വഞ്ചന അത് കാപട്യം, അതെന്താകും? പുറത്തു വരും. അവസാനം അത് പുറത്തു വരും. ആയതിനാൽ എപ്പോഴും സത്യസന്ധനായിരിക്കുക. അതാണ് ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം.